തിരികെ വാർത്തയിലേക്ക്. പിടിതരാതെ ആളെ കൊല്ലി ആന ബേലൂർ മഗ്ന ഇന്നലെ വനത്തിനുള്ളിൽ പലതവണ സ്പോട്ട് ചെയ്തെങ്കിലും മയക്കുവെടി വെക്കാൻ കഴിഞ്ഞിരുന്നില്ല. ദൗത്യം ഇന്നും തുടരും. ഇന്നത്തെ ദൗത്യത്തിൽ പ്രദേശവാസികളായ 4 പേരെ കൂടി ഉൾപ്പെടുത്തും. വയനാട് മാനന്തവാടിയിൽ ഇറങ്ങിയ ആളെ കൊല്ലിയാന ബേലൂർ മഗ്ന പിടിതരാതെ വനത്തിനുള്ളിൽ 4 ദിവസം പിന്നിട്ടു. ഇന്നലെ മണ്ണുണ്ടി ഇരുമ്പുപാലം കോളനികളിൽ ആയിരുന്നു ബേലൂർ മഗ്ന നിലയുറപ്പിച്ചത്. മണിക്കൂറുകളുടെ ഇടവേളയിൽ 2 കിലോമീറ്റർ ചുറ്റളവിൽ ആനയെ പലതവണ സ്പോട്ട് ചെയ്തു. വലിയ മരങ്ങൾക്കും ഏറുമാടങ്ങൾക്കും മുകളിലിരുന്നും ഹെലിക്യാമിലൂടെയും നിരീക്ഷണം ശക്തമാക്കി. അതിൽ നിന്നും ആന അധികം സഞ്ചരിക്കുന്നില്ലെന്ന് മനസ്സിലായി. ഇതോടെ മയക്കുവെടി വെക്കാനാകുമെന്ന പ്രതീക്ഷ വർദ്ധിച്ചു. കുങ്കിയാനകളെയും എത്തിച്ചു. എന്നാൽ സാഹചര്യം പ്രതികൂലമായിരുന്നു. പലപ്പോഴും ഇടതൂർന്ന കുറ്റിച്ചെടികൾക്കും വലിയ മരങ്ങൾക്കുമിടയിൽ ആന മറഞ്ഞു. ദൗത്യസംഘത്തിന്റെ സാമീപ്യം തിരിച്ചറിഞ്ഞപ്പോൾ പെട്ടെന്ന് മറ്റിടങ്ങളിലേക്ക് മാറിയതും തിരിച്ചടിയായി. ഇതിനിടയിൽ വൈകുന്നേരത്തോടെ വനത്തിനുള്ളിൽ കൂടി ആന സഞ്ചരിക്കുന്നതിന്റെ ആകാശ ദൃശ്യങ്ങളും പുറത്തുവന്നു. കൂടെ മറ്റൊരാനയും കാണാമായിരുന്നു. ഇതോടെ രാത്രിയിലും ആനയെ നിരീക്ഷിക്കാൻ തീരുമാനിച്ച് 7ഓടെ ഇന്നലത്തെ ദൗത്യം അവസാനിപ്പിച്ചു. അതേസമയം തുടർച്ചയായ 4ാം ദിവസവും ആനയെ പിടികൂടാൻ സാധിക്കാത്തത് ജനങ്ങളിൽ പ്രതിഷേധത്തിന് കാരണമായി. തിരച്ചിലിൽ തങ്ങളെ കൂടെ കൂട്ടണമെന്നും എത്രയും വേഗം ആനയെ പിടികൂടണമെന്നുമുള്ള ആവശ്യം വനവകുപ്പ് ഉദ്യോഗസ്ഥരോട് നാട്ടുകാർ ആവർത്തിച്ചു. ഇന്ന് 5ാം ദിവസത്തിലേക്ക് കടക്കുന്ന ദൗത്യത്തിന്റെ സംഘത്തിൽ പ്രദേശവാസികളായ 4 പേർ കൂടി പങ്കെടുക്കും. കാടിന്റെ സ്വഭാവവും കാട്ടുവഴികളും കൂടുതൽ അറിയുന്ന പ്രദേശവാസികളുടെ സാന്നിധ്യം ഗുണം ആകുമെന്നാണ് കരുതുന്നത്. ജനം, വയനാട്.